അവളിപ്പോ ജപമാല ചൊല്ലുന്നതിന് പുറമെ പടമൊക്കെ വരയ്ക്കുമല്ലോ, അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? പിന്നെ ജപമാല അല്ലതിനെ പറ്റി ഒന്നുകൂടി പറയാനുണ്ട്. അവളെ ആ സമയം ഒരു സമയമുണ്ട് അവൾക്ക്, അത് അവളുടെ മനസ്സിലാ വരുന്ന സമയത്ത് ചിലപ്പോൾ എപ്പോഴും ചെല്ലില്ല. വൈകുന്നേരം ചിലപ്പോൾ നമ്മൾ ഏറ്റവും അത്യാവശ്യം നടക്കേണ്ട കാര്യങ്ങൾ അവൾക്ക് അറിയാം. അതാ ഏറ്റവും ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ അങ്ങാവസ്ഥയ്ക്ക് ചെരിഞ്ഞിടുന്ന കൊന്തയുണ്ടാവും കലയിൽ. ഞാൻ ശല്യപ്പെടുത്താനൊന്നും പോവില്ല, അത് പൂർത്തിയാക്കിക്കോട്ടെ എന്ന് വിചാരിക്കും. ചിലപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ പൊന്തൊക്കെ കാണിക്കും. ചെല്ലുക എന്നുള്ളതിന് പറയുക, വർത്താനം പറയില്ല, ഇങ്ങനെ ചെല്ലുക എന്നുള്ള ഞാൻ തിരിച്ചു പോരും. പിന്നെ അധികം സമയങ്ങൾ ചിത്രം വരയ്ക്കലാണ്. അധികം കാലം കൊണ്ടൊക്കെ അത് അക്ഷരങ്ങളൊക്കെ എഴുതി കൊടുത്തൊക്കെ എഴുതുകയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം ഇങ്ങനെ ഇരുന്ന് എഴുതി ഇങ്ങനെ കഴുത്തിന് നീർക്കെട്ട് വരുന്ന കാരണം അധികം ടാബിലായിരിക്കും ഇപ്പം പരിപാടി മൊത്തം. ചിത്രങ്ങൾ വരയ്ക്കും. ചിത്രങ്ങൾ വരച്ചിട്ട് വീഡിയോ ഉണ്ടാക്കൂലേ, ഒരു പാട്ടുകളൊക്കെ വെച്ചിട്ട് വീഡിയോ ഉണ്ടാക്കും. ആ പാട്ടിനനുസരിച്ച് തന്നെ ആ വ്യക്തിയുടെ രൂപം വെച്ചിട്ട് വീഡിയോ ഉണ്ടാക്കിയിട്ട് അവരുടെ ബർത്ത്ഡേക്ക്, പിന്നെ ഫീസ്റ്റ്, ബർത്ത്ഡേ, പിന്നെ എന്താ ആനിവേഴ്സറി. നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ലാമിനേഷൻ ചെയ്ത് വെച്ചതാണ്. അതെന്ന് വെച്ചാൽ എല്ലാം കടലാസിലാവുമ്പോൾ ഈ വരുന്നവരൊക്കെ ഇങ്ങനെ ചോദിക്കും, അങ്ങനെ കുറെ നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്തപ്പോൾ എല്ലാം കൂടി ലാമിനേഷൻ ചെയ്ത് ബാഗിൽ വെച്ചിരുന്നു. നന്നായിട്ട് പടങ്ങളൊക്കെ കുറെ സമയം എടുക്കും, ഒത്തിരി പെട്ടെന്നൊന്നും ചെയ്യില്ല. കുറെ സമയം എടുത്തിട്ട് വരയ്ക്കുന്ന കടലാസിൽ വരച്ചിട്ട് പിന്നെ ഇത് ലാമിനേഷൻ ചെയ്തതാണ്. ഇപ്പം രാവിലെ മൊത്തം ചെയ്യുന്നത്. അത് കുറേ ഒരു ദിവസം കൊണ്ടൊന്നും ചിലപ്പോൾ ചെയ്തൊന്നും വരില്ല. ഉച്ച കഴിഞ്ഞാൽ ഡ്രോയിങ്, അപ്പോൾ ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി പണികൾ പൂർത്തിയാക്കും. ചിത്രം വരച്ച് അതിൻ്റെ പെയിൻറ് കൊടുത്ത്. ജോബിതയുടെ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഒരു ഭക്തി, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകാനൊക്കെ അവൾ കാണിക്കുന്ന ഒരു തീക്ഷ്ണതയൊക്കെ ഉണ്ടല്ലോ, അതേക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസുകളോ അനുഭവങ്ങളൊക്കെ അവൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പങ്കുവെക്കാമോ? വിശുദ്ധ കുർബാനയെ പറ്റി പറയുമ്പം ഒരു അനുഭവം എന്താ വെച്ചാൽ, വിശുദ്ധ കുർബാന അങ്ങനെ സ്വീകരിക്കാനായിട്ട് അന്ന് കുർബാനയൊക്കെ കൈക്കൊണ്ട് കഴിഞ്ഞിട്ട് 11ാമത്തെ വയസ്സിലാരോ കൊച്ചു തെരേസ്യാനോടി അവൾക്കറിയാം. ആദ്യം തന്നെ അവളും 11ാമത്തെ വയസ്സിൽ കുർബാന ആയിക്കൊണ്ട്. അന്ന് അവിടെ ബർത്ത്ഡേ ആയിരുന്നു, അവൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥിച്ച് തന്നെ ഈശ്വരൻ്റെ അടുത്തൊന്നും മേടിച്ചു. അന്നൊക്കെ ഈശ്വരനോട് ഭയങ്കര ഇതായിരുന്നു. പ്രാർത്ഥിച്ച് തന്നെ ഈശ്വരനോട് മേടിച്ച് ഞാനൊരു ദിവസം കാപ്പിക്കൊരു പറിച്ചിട്ട് വരുമ്പോൾ ഇങ്ങനെ 2 കൈയും വിരിച്ച് മുട്ടുമ്മേ നിന്നുകൊണ്ട് അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മോള് പ്രാർത്ഥിച്ചാൽ എനിക്ക് ഈശോയെ സ്വീകരിക്കാൻ ഇഷ്ടം, എന്നെ ഒരുക്കണേന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കണേന്ന്. ഒത്തിരി പ്രാർത്ഥിച്ച് എന്നെ ലഭിച്ചു. ഞാൻ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ വേഗം പഠിത്തത്തിലെല്ലാം വേഗം കാര്യങ്ങൾ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നതല്ല. ഇടയ്ക്കൊരു ടീച്ചർ വരുമായിരുന്നു പിന്നെ സ്കൂളിലെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി. പറഞ്ഞു കൊടുക്കുന്നത് 2ാമത്തെ ദിവസം ടീച്ചർ, 3ാമത്തെ ദിവസം ടീച്ചർ വരുമ്പോഴത്തേക്ക് അത് ശരിക്ക് ചോദിക്കുന്നതിന് ആൻസർ പറഞ്ഞു കൊടുക്കും. പരീക്ഷയൊക്കെ 24ാമത്തെ വയസ്സിലാണ് പരീക്ഷ എഴുതിയത്. പിന്നെ 4ാം ക്ലാസ്സിലെ പരീക്ഷ, അതിന് ഏറ്റവും നല്ല മാർക്കോടുകൂടി സമ്മാനമൊക്കെ മേടിച്ചു. പിന്നെ എഴുതാൻ പറ്റില്ല, 7ൽ എഴുതാൻ പറ്റില്ല. അപ്പോഴത്തേക്കും നരമ്പുകൾക്കൊക്കെ വേദന കൂടി എത്തിരിങ്ങി. വിശുദ്ധ കുർബാനയെ പറ്റി അങ്ങനെയാണ് ഏറ്റവും അറിയില്ല, അതെന്താ പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഈ വിശുദ്ധ കാർലോ അക്വിറ്റസ് എന്ന് പറഞ്ഞ വിശുദ്ധനുണ്ടല്ലോ, ഇപ്പോൾ യുവജനങ്ങൾക്കൊക്കെ മനസ്സിലാക്കിയിട്ട്, കാർലോയുടെ ജീവിതം കണ്ടിട്ട് അമ്മയ്ക്ക് വരെ അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു, ഒരുപക്ഷെ വിശ്വാസത്തിലൊക്കെ വർധനയ്ക്ക് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ജോബിതയുടെ ജീവിതം കണ്ടിട്ട് അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പോൾ കുടുംബത്തിലാണെങ്കിലും ഒരു ദിവസം കുർബാന കൈക്കൊള്ളാനായിട്ട് ഞങ്ങൾക്ക് 2 പേരും കിട്ടിയില്ല. അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ കടന്നുപോയി. ഞങ്ങൾ തുണിൻ്റെ ചോട്ടിലായിരുന്നു നിന്നിരുന്നത്. എനിക്കും കിട്ടിയില്ല, കൊച്ചിനും കിട്ടിയില്ല. യുദ്ധം അങ്ങോട്ട് ഭയങ്കര ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. ഇരിക്കുമല്ലേ, ഏങ്ങലടിച്ച് കായമല്ലേ മടക്കിയിരിക്കുക, ഏങ്ങലടിച്ച് കരയാൻ പറഞ്ഞു. എനിക്കപ്പോഴും നാണക്കേട് പോലെ. പക്ഷെ എന്നെക്കാട്ടിലും കൂടുതൽ അവളുടെ ഹൃദയത്തിൽ ഈശോ അടുത്ത് വന്നിട്ട് പോയി എന്നാണ് അവൾ പറയുന്നത്. ഇപ്പം ഞാൻ നല്ലൊരു നുള്ളിപ്പുറയൊക്കെ വെച്ച് കൊടുത്തു കരയാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഒന്നും കൂടി കൂടുതൽ കരഞ്ഞു. അപ്പം പുറകിലൊരു ചേട്ടൻ പോയിട്ട്, അന്ന് മൂലയിലച്ഛനായിരുന്നു, അച്ഛൻ മരിച്ചുപോയി. പുറകിലെ ഒരു ചേട്ടൻ പോയിട്ട് അച്ഛനോട് പറഞ്ഞു. അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് നിന്ന് അമ്മച്ചിനോട് പറഞ്ഞു, മുണ്ടയ്ക്കിൽ അമ്മച്ചി എന്നോട് പറഞ്ഞു, മുമ്പിലിരിക്കുന്ന മാത്രോട് ഒന്ന് പോയി പറയാൻ.
പിന്നെ ഇതിൻ്റെ കരച്ചിൽ കണ്ടിട്ട് എനിക്കും വിഷമമായി. അപ്പോൾ ഞാൻ പിന്നെ മദറിൻ്റെ അടുത്ത് പോയി. മദർ പിന്നെ പിന്നെ അച്ഛൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്ക് അച്ഛൻ അവിടെ എത്തി. അച്ഛൻ്റെ അടുത്തേക്ക് പറയാൻ വേണ്ടി പോയപ്പോൾ അച്ഛൻ വന്നു, സക്രാരി തുറന്നു, ആശീർവാദം കൊടുത്തു. എന്നിട്ട് അറിയാം മമ്മിക്ക് എൻ്റെ വിഷമമൊന്നും അറിയില്ല, മമ്മി എല്ലാ ദിവസവും പോയി സ്വീകരിക്കുന്നില്ലേ, എനിക്ക് എൻ്റെ വിഷമമൊന്നുമില്ല, എനിക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് വരാത്ത എൻ്റെ അടുത്ത് വന്നിട്ട് പോയില്ലേന്ന്. എന്നിട്ട് പിന്നെ കൊടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് പള്ളിയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊക്കെ ഏറ്റവും മുന്നിലാണ് നിൽക്കുന്നത്. മറ്റേ പുറകിൽ തൂണ്ടി ചമ്മലെ ഞാൻ കൊണ്ടുപോയില്ല മുന്നിലേക്ക്. എനിക്ക് എല്ലാവരും ഇങ്ങനെ നോക്കുകയെ ഇവളെ നോക്കിക്കൊണ്ടിരിക്കും. എനിക്കും എന്തോ ഒരു വിഷമം പോലെ. അത് ഇപ്പം അങ്ങനെയില്ല, ഇപ്പോഴേ ഏറ്റവും മുന്നിൽ പോയിരിക്കും. എന്താ വെച്ചാൽ അവൾക്ക് കുർബാന ഫുള്ളായിട്ടും കൂടണം. അദ്ദേഹം കുർബാനയിൽ സക്രാരിയിൽ നിന്ന് ഈശോയെ എടുത്തുകൊണ്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും തന്നെ ഇവിടുന്ന് ഈ ചിരിയാ ഇതുപോലെ ഇരുന്നിരിക്കും. ഇപ്പം എല്ലാവരും ഓർക്കും ഈ കൈ ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ കുർബാന തുടങ്ങിയാൽ തൊട്ട് അവസാനം വരെ ഇങ്ങനെ ഇരിക്കുള്ളൂ.